ഫോട്ടോഷോപ്പിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിലേതാണ്. ഇത് ഫ്രണ്ടാണ്, ഇത് റൈറ്റ് ആണ്, ഇത് ലെഫ്റ്റ് ആണ്, ഇത് ടോപ്പാണ്, ഇത് ബാക്കാണ്, ഇത് ബോട്ടമാണ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിടിയിട്ട് അപ്പോൾ നമ്മളിനി ആദ്യം ടെക്സ്റ്റ് ടൂൾ എടുക്കുകയാണ്. ഇവിടെ നമ്മളൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാണ്. ഫ്രണ്ട് ബ്ലാക്ക് കൊണ്ട് എഴുതിയ തെളിയില്ല, ശരിയാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കളർ വൈറ്റ് ആക്കിയിട്ട് ഇടാം. ടെക്സ്റ്റ് എടുത്തിട്ട് ക്ലിക്ക് ചെയ്യാണ്. ഫ്രണ്ട് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കുകയാണ്. റൈറ്റ് RH. ഇത് നമുക്ക് LH ലെഫ്റ്റ്. ടോപ്പ് ബാക്ക്. ബോട്ടം. ഇതിൽ ഈ ബാക്ക് മാത്രം നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്യേണ്ടി വരും. സോറി, എന്നാലേ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ബാക്ക് Ctrl+T, ഫ്ലിപ്പ് വെർട്ടിക്കൽ, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ, എന്നാലേ ഇത് കറക്റ്റായിട്ട് വരുള്ളൂ. ഓക്കെ, Ctrl+S. ഇത് നമുക്ക് ആ ഫോൾഡറിൽ തന്നെ സേവ് ചെയ്യാം. PSD ഫയൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എഡിറ്റ് ചെയ്യാൻ ആവശ്യമുള്ളതിൻ്റെ പേരിൽ ബോക്സ് അൺറാപ്പിൻ്റെ PSD ഫയൽ നമുക്ക് സേവ് ചെയ്യാം. പക്ഷെ നമുക്ക് ടെക്സ്ചറായിട്ട് അപ്ലൈ കൊടുക്കാനായിട്ട് വേണ്ടത് JPEG ഫോർമാറ്റാണ്. പക്ഷെ അതിക്ക് മുന്നേ നമുക്ക് ഇതിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും പിന്നെ ഈ ബോർഡറിൽ ഒരു ലൈനൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ ഫോൾഡർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ ഏറ്റവും അടിയത്തെ ലെയറിൽ കൊണ്ടിടാം. എന്തെങ്കിലും ഒരു കളർ ഫില്ല് ചെയ്യും. ബാക്ക്. അപ്പോൾ ഇത് ഈ കളർ ഓക്കെ. ഇനി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു തിക്കായിട്ടുള്ള ഒരു ലൈൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ നമുക്കൊരു ഇതിൻ്റെ തന്നെ കുറച്ച് ഡാർക്കായിട്ടുള്ള റെഡ് ആയിക്കോട്ടെ കൊടുത്തതിന് ശേഷം B പ്രസ് ചെയ്യാം. B പ്രസ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ബ്രഷ് സൈസ് വളരെ കുറയ്ക്കാം. ബ്രാക്കറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് സൈസ് കുറയും. B ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഇതിൽ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇവിടേക്കൊക്കെ പോയാലും പ്രശ്നമില്ല, കാരണം ഈ ബോർഡറിലുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ഈ മായ എന്നുള്ള സോഫ്റ്റ്വെയർ. ഇത് അൺറാപ്പിങ്ങിൻ്റെ ബേസ്. ഇതിൻ്റെ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ചെയ്യണമെന്ന് മാത്രമല്ല. ഇത് മെത്തേഡ് ഇതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത് ഈ അൺറാപ്പിങ്ങും ടെക്സ്ചറിങ്ങും അതെന്താണെന്നുള്ളതിൻ്റെ ബേസാണ് നിങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുകയെന്നുള്ളത്. സെറ്റ്. ഇനി ഞാൻ ഇതിൻ്റെ ഇവിടെ ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ലെയറിൽ ഇവിടെയൊക്കെ ഞാൻ കോറിട്ടാണ്. ഇതൊന്നും നമ്മുടെ അവിടെ വരില്ല. മനസ്സിലായി? ഇതൊക്കെ എന്ത് നമ്മളോട് ചെയ്താലും അതിനെ ബാധിക്കില്ല, കാരണം ഈ ബോർഡറിൻ്റെ ഉള്ളിലുള്ളത് മാത്രമേ അതിനകത്ത് വരുള്ളൂ. മനസ്സിലായി? ഈ റെഡ് കുറച്ചുകൂടെ ഒന്ന് കനം കുറയ്ക്കാമല്ലോ നമുക്ക്. ശരി, അപ്പോൾ നമ്മൾ ഇനി എന്താണ് Ctrl+Shift+S ഒരു ഫയൽ സേവ് ആസ് കൊടുക്കാനായിട്ട് ഫയലിൽ വന്നിട്ട് JPEG ഫോർമാറ്റ് കൊടുത്തു. ബോക്സ് അൺറാപ്പ് മാറ്റിയിട്ട് ബോക്സ് ടെക്സ്ചർ എന്നാക്കാം. നമ്മൾ അൺറാപ്പിങ്ങിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതെന്താണ്, ടെക്സ്ചറായി മാറി. മനസ്സിലായി? വ്യത്യാസം മനസ്സിലായോ? ടെക്സ്ചർ TEXTU ഉണ്ട്. ഓക്കെ, ക്വാളിറ്റി ചോദിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ടെക്സ്ചറായിട്ട് അപ്ലൈ കൊടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം ആ ചോക്ലേറ്റിൻ്റെ ടെക്സ്ചർ കൊടുത്ത സ്ഥലത്ത് നമ്മൾ വേണമെന്ന് കൊടുക്കണം വേറെ ടെക്സ്ചർ നമ്മൾ അപ്ലൈ കൊടുക്കാൻ വേണം. പുതിയ മെറ്റീരിയൽ എടുത്തു, ബ്ലിനിൽ വന്നു, ഫയലിൽ വന്നു, ടെക്സ്ചർ ലോഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മളിവിടെ യൂട്യൂബ് എന്നുള്ള ഫോൾഡറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് എടുത്തു. ഇവിടെ
ബോക്സ് ടെക്സ്റ്റ് ഓപ്പൺ കൊടുക്കുക. കേട്ടോ, ഫ്രണ്ട്, ടോപ്പ്, ബാക്ക്, ബോട്ടം അല്ല എല്ലാം കറക്റ്റായിട്ട് പോകും. റെഡിയല്ലേ? സൂപ്പർ അല്ലേ പരിപാടി? അപ്പോൾ ഇതാണ് ശരിക്കും ഈ ടെക്സ്ചർ. ഇപ്പോൾ നമ്മളിവിടെ ഇതെടുത്ത് നോക്കിയാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. കണ്ടോ? ഇനി ഈ ഒരു യു വി എടുത്തിട്ട് അതിൻ്റെ ഷെല്ല് സെലക്ട് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടു ഷെല്ല് എന്നുള്ള കൊടുക്കുക. അപ്പോൾ ഇത് മൊത്തം സെലക്ട് ആവും. ഇനി ഞാൻ ഇതിൽ ഇവിടുന്ന് നീക്കി കഴിഞ്ഞാൽ ഈ ചെയ്തതൊക്കെ മാറും കേട്ടോ. കണ്ടോ? വേറെ സൈഡിലേക്ക്. അപ്പോൾ നമ്മൾ ഇതൊന്നും വരില്ല എന്ന് പറഞ്ഞാൽ വരച്ച സാധനങ്ങളൊക്കെ ഇവിടെ വന്നു അല്ലേ? പക്ഷെ എവിടെ വെക്കണം? ഈ അൺറാപ്പ് ചെയ്തിട്ടുള്ള ഈ ബോർഡർ ലൈൻ എപ്പോഴും എവിടെ ഉണ്ടാവണം? ഈ നമ്മൾ വരച്ചു വെച്ച അതേ സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. മനസ്സിലാവും? അപ്പോൾ ഞാൻ നിങ്ങൾക്കൂടെ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിച്ചത് അൺറാപ്പിംഗ് എന്താണ്, അതുപോലെ ടെക്സ്ചറിങ് എന്താണെന്നുള്ളതാണ് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിച്ചത്. ക്ലിയർ? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അല്ലേ? പേഴ്സണലായിട്ട് വേണമെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ അതിൽ കൊടുത്തേക്കും. നിങ്ങൾക്ക് ആവശ്യമായി വിളിച്ചു കേട്ടോ. ഓക്കെ, താങ്ക് യു.